പാതിരാവിലെ ഒരു കുട്ടി ആ ഗ്രാമത്തിൽ അഭയം തേടിയെത്തിയതാണ്. പട്ടാളക്കാർ അവന് ചുറ്റുമുണ്ടെന്നാണ് അവൻ നിലവിളിച്ച് പറഞ്ഞത്. ഗ്രാമവാസികൾക്ക് അവനോട് കരുണ തോന്നുകയും അവന് ഒളിക്കാനായിട്ട് ഒരിടം കൊടുക്കുകയും ചെയ്തു. പിന്നെയും രാത്രി മുമ്പോട്ട് പോകുമ്പോൾ ഈ പട്ടാളക്കാർ ഈ ഗ്രാമത്തെ വളഞ്ഞു. അവർ പറഞ്ഞു, ആ കൊച്ചു തെമ്മാടി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പുലരും മുമ്പേ അവനെ ഞങ്ങൾക്ക് വിട്ടു തന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ കഠിനമായിരിക്കും, നിങ്ങൾ ഊഹിക്കാവുന്നതിനേക്കാൾ ഗ്രേവായിരിക്കും. വല്ലാതെ ഭയന്നു പോയ ഗ്രാമവാസികൾ മൂപ്പരോട് ചോദിക്കുകയാണ്, നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കണമോ, അതോ ഈ ഭയപ്പെടുന്ന കാര്യങ്ങളിലേക്ക് തങ്ങളെ തന്നെ എറിഞ്ഞു കൊടുക്കണമോ? അയാൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ഇത്തരം ബുദ്ധിമുട്ടുകളിലൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്നറിയാനായിട്ട് അവരെപ്പോഴും കണ്ടെത്തിയിരുന്ന ഗ്രാമത്തിലെ പുരോഹിതനെയാണ്. അവിടേക്ക് പോകുന്നു, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അയാൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേദപുസ്തകം തുറന്നു നോക്കി. അവിടെ അയാൾക്ക് കിട്ടിയ ഭാഗം ഇങ്ങനെയാണ്: ഒരു ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരാൾ മരിക്കുന്ന. യേശുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഈ പുരോഹിതർ പറഞ്ഞ അതേ വാക്കുകളാണ് അയാൾക്ക് ഇപ്പോൾ റാൻഡമായിട്ട് വേദപുസ്തകം തുറക്കുമ്പോൾ കിട്ടിയത്. അയാൾ പറഞ്ഞു, നിശ്ചയമായിട്ടും അവനെ വിട്ടുകൊടുക്കണമെന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. കുട്ടിയെ പട്ടാളക്കാർക്ക് വിട്ടുകൊടുക്കുന്നു. പുലരിയിൽ ഈ പുരോഹിതനിങ്ങനെ പള്ളിയിൽ നിൽക്കുമ്പോൾ പുറത്ത് നിന്ന് ഈ കുട്ടിയുടെ ഒരു നിലവിളി കേൾക്കുക. അയാൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മിഴികളും ഇയാളുടെ കണ്ണുകളും തമ്മിൽ ഇങ്ങനെ കോർത്തു. രാത്രിയിൽ ഈ മനുഷ്യർക്കില്ല. എന്തായാലും ശരിക്കും ദൈവം ആഗ്രഹിച്ചത്, അയാൾ ദൈവത്തോട് പരിഭവിക്കുക. നിൻ്റെ വെളിപാടാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനമില്ലാത്തത്? അപ്പോൾ വളരെ വ്യക്തമായൊരു സ്വരം അയാൾ കേൾക്കുകയാണ്, ആ വേദപുസ്തകം തുറന്നു വായിക്കുന്നതിന് മുമ്പായിട്ട് നീ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മിഴികളിലേക്ക് നോക്കിയില്ല? അങ്ങനെയെങ്കിൽ ഞാൻ എന്താഗ്രഹിക്കുമെന്ന് വ്യക്തമായിട്ട് നിനക്ക് പിടുത്തം കിട്ടിയേനെ. കുറേ കൂടി മനുഷ്യൻ്റെ ഈ കണ്ണുകളിലേക്ക് തുറന്നു പിടിക്കാനുള്ളൊരു ക്ഷണം ഈ പുലരിയിലൊന്ന് ചേർത്ത് പിടിച്ചാൽ നല്ലതാണ്. മനുഷ്യൻ്റെ കണ്ണുകൾ, അവനിലേക്ക് നോക്കുക. എന്തൊക്കെയാണ് ആ കണ്ണുകൾ നിങ്ങളോട് പറയുന്നത്?